സ്മാർട്ട് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാത്തമാറ്റിക്സിന്റെ പുതിയൊരു ടോപ്പിക്കാണ്. സ്കീം ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എല്ലാം സ്മാർട്ട് ടോപ്പർ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടുന്ന കോഴ്സസ് പർച്ചേസ് ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും എല്ലാം ക്ലാസ്സിൽ അവൈലബിൾ ആണ്. ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അതേപോലെ കോഴ്സസ് പർച്ചേസ് ചെയ്യും. ഓക്കെ, സോ ഇന്ന് നമുക്ക് മാത്തമാറ്റിക്സിലെ ട്രിഗ്നോമെട്രിയിലെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യും. ട്രിഗ്നോമെട്രിയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ? ട്രിഗ്നോമെട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് that deals with the study of relationship between the sides and angles of an right angled triangle. നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ സൈഡ്സും ആംഗിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വ്യക്തമാക്കുന്ന മാത്തമാറ്റിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ് ട്രിഗ്നോമെട്രി. വൈഡ് ആപ്ലിക്കേഷൻ ഉള്ള ബ്രാഞ്ചാണ് ട്രിഗ്നോമെട്രി. എഞ്ചിനീയറിംഗ്, ഫിസിക്സ് മേഖലകളിൽ, മാത്തമാറ്റിക്സിന്റെ അഡ്വാൻസ് മേഖലകളിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷൻസ് വളരെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഡേ ടു ഡേ ലൈഫിലാണെങ്കിൽ ഈ പറയുന്ന ഹൈറ്റ്, അതേപോലെ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ട്രിഗ്നോമെട്രിയിൽ പല ടേംസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ട്രിഗ്നോമെട്രിയിലെ ഒരു ഇമ്പോർട്ടന്റ് എന്നാൽ ഒരു കോർ ടോപ്പിക് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസും അത് ബേസ് ചെയ്തുള്ള ഐഡന്റിറ്റീസുമാണ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആൻഡ് ഐഡന്റിറ്റീസ്. ഇപ്പൊ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ പ്രധാനമായിട്ടും 6 എണ്ണമാണ് പറയുന്നത്. സൈൻ, കൊസൈൻ, ടാൻജന്റ്, പിന്നെ അതിന്റെ 3 റെസിപ്രോക്കൽസ്. ഓക്കെ, സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എല്ലാം എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഈ റേഷ്യോസ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി. വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി. ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്? ആംഗിൾ ബി ആണ് 90 ഡിഗ്രി. ഈ ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഏറ്റവും നീളമേറിയ സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. തീറ്റ എന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡാണ് ബി സി എന്ന് പറയുന്നത്. ബി സി എന്ന് പറയുന്നത് തീറ്റയുടെ അഡ്ജസന്റ് സൈഡ്. തീറ്റ എന്ന ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡാണ്. തീറ്റ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് എന്തെന്ന് പറയുന്നത്? പി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസുമായിട്ടാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിലെ സൈഡ്സും ആംഗിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ അറ്റ് ബി, ബിയിലാണ് എന്ത് 90 ഡിഗ്രി വരുന്നത്. സി എന്ന ആംഗിൾ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നു. സി എന്ന ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നു. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. ശരിയല്ലേ? നമ്മൾ പറയുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എല്ലാം തീറ്റ ആംഗിൾ ബേസ് ചെയ്താണ് പറയുന്നത്. അപ്പം സൈൻ തീറ്റ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ഏത്? എ ബി. ഈ തന്നിരിക്കുന്ന ആംഗിൾ സി ആണ് നമ്മൾ തീറ്റയെന്ന് എടുത്തിരിക്കുന്നത്. ആ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എ ബി. എ ബി ഓപ്പോസിറ്റ് സൈഡ്. അതേപോലെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ സിയുമാണ്. സോ സൈൻ തീറ്റ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ hypotenuse. Sin theta is equal to opposite side divided by hypotenuse. Cos theta രണ്ടാമത്തെ ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ് കോസ് തീറ്റ. കോസ് തീറ്റ ഡിഫൈൻ ചെയ്യുന്നത് തീറ്റ ആംഗിൾ നമുക്കറിയാം, ആംഗിൾ സി ആണ് നമ്മൾ തീറ്റ എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിന്റെ അഡ്ജസന്റ് സൈഡ് ആണ് ബി സി. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. Now we have learned about sin theta and cos theta. Now what is tan theta? What is tan theta? Tan theta ഡിഫൈൻ ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്.
തീറ്റയുടെ അഡ്ജസ്റ്റന്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്. അപ്പൊ എ ബി ബൈ ബി സി, അതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയാണ്. ഇത് 3 റിലേഷൻസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത 3 റിലേഷൻസും സിമ്പിൾ ആയിട്ട് കണ്ടെത്താം. ഓക്കെ, മാത്രമല്ല സൈൻ തീറ്റ കോസ് തീറ്റ ഇത് രണ്ടും അറിയാമെങ്കിൽ ടാൻ തീറ്റയും കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ്? നമുക്കറിയാം എന്താണ് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സോ വാട്ട് ഈസ് സൈൻ തീറ്റ? Sin theta means opposite side divided by hypotenuse. What is cos theta? Adjacent side divided by hypotenuse. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് കിട്ടത്തില്ലേ? ഹൈപ്പോട്ടന്യൂസ് വരുന്ന 2 പോർഷൻസ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ക്യാൻസൽ ആയി പോകും. സോ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് വരും. അതല്ല ഇവിടെ വന്നേ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. Cos theta is equal to adjacent side by hypotenuse. Tan theta is equal to opposite side divided by adjacent side. ഇത് മൂന്നും അറിയാമെങ്കിൽ നമുക്ക് what is cosec theta, what is sec theta, what is cot theta ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. Sin theta into cosec theta. Sin theta into cosec theta എന്താണ്? This number into, അതായത് opposite side divided by hypotenuse into hypotenuse divided by opposite side. So hypotenuse cancel ആയിപ്പോ, opposite side cancel ആയിപ്പോ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പൊ sin theta into cosec theta is equal to 1 എന്ന് കിട്ടും. Sin theta into cosec theta equal to 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? Sin theta is equal to 1 by cosec theta. ശരിയല്ലേ? Sin theta is equal to 1 by cosec theta. Sin theta is equal to 1 by cosec theta. ഇപ്പൊ സൈൻ തീറ്റ എന്ന് പറയുന്നത് കൊസിക് തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്. ഇതേപോലെ തന്നെ നമുക്ക് കോസ് തീറ്റയും സീക് തീറ്റയും തമ്മിൽ കണക്ട് ചെയ്യാം. കോസ് തീറ്റ എന്ന് പറയുന്നത് 1 by sec theta. Cos theta is equal to 1 by sec theta. ശരിയല്ലേ? ഇനി ടാൻ തീറ്റ എങ്ങനെ എഴുതാം? ടാൻ തീറ്റ is equal to 1 by cot theta. ശരിയല്ലേ? ഇത് ഇത്രയുമാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്തൊക്കെയാണ്? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ. സോ ഇത്രയാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. ഇനി ഈ റേഷ്യോസ് തമ്മിൽ ഫോം ചെയ്യുന്ന ഐഡന്റിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐഡന്റിറ്റീസ് കണക്ടിങ് ദിസ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. ഫസ്റ്റ് വൺ നോക്കിക്കേ, സൈൻ തീറ്റയും കോസ് തീറ്റയും തമ്മിലുള്ള റിലേഷൻ. ഇത് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ സൈനും കോസും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അപ്പൊ എവിടെയെങ്കിലും നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കാണുകയാണെങ്കിൽ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇനി നോക്കിക്കേ, സീക്കും ടാനും തമ്മിലുള്ള റിലേഷൻ. നേരത്തെ സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി. സെക്കൻഡ് ഐഡന്റിറ്റി, സീക് സ്ക്വയർ തീറ്റയിൽ നിന്നും ടാൻ സ്ക്വയർ തീറ്റ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. ദാറ്റ് ഈസ് സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇനി മൂന്നാമത്തെ ഐഡന്റിറ്റി എന്താ? കൊസീക്കും കോട്ടും കൂടെ കണക്ട് ചെയ്യുന്ന ഐഡന്റിറ്റിയാണ്. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. So these three are very important. Okay. But trigonometric ratios തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ദൃഢമാക്കുന്നതാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ്. പ്രോബ്ലം സോൾവിങ്ങിന് നമ്മൾ ഇതിനെ പല രൂപത്തിലും ഉപയോഗിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 എന്ന വാല്യൂ എഴുതാൻ പറ്റും. അതേപോലെ ഈ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഫോമിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്വയറിംഗ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രോബ്ലം സോൾവിംഗ് ഡിസ്കസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവും? സ്ക്വയർ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പം സീക്കിന് ഞാൻ ഒരു എ എന്നും ടാനിന് ഞാൻ ഒരു ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തിന് ഇക്വലന്റ് ആയി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് ഇക്വലന്റ് ആയില്ലേ?
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇക്വലന്റ് ആയില്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എന്താണെന്ന് എഴുതാം, എ മൈനസ് ബി എന്ന് എഴുതാം. ഇവിടെ എയുടെ സ്ഥാനത്ത് സീക് തീറ്റയും ബിയുടെ സ്ഥാനത്ത് ടാൻ തീറ്റയും അങ്ങനെ എഴുതാം. സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ. എ എന്ന് പറയുന്നത് സീക്ക് ആണ്, ബി എന്ന് പറയുന്നത് ടാൻ ആണ്. സോ സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു sec theta minus tan theta. Sec theta plus tan theta into sec theta minus tan theta. By using the identity a square minus b square is equal to a plus b into a minus b, we can write sec square theta minus tan square theta is equal to sec theta plus tan theta into sec theta minus tan theta. Okay. Sec square theta minus tan square theta is equal to എന്താണ്? 1 ആണ്. Sec square theta minus tan square theta പകരം എന്താ എഴുതാം? Sec theta plus tan theta into sec theta minus tan theta is equal to 1. Sec theta plus tan theta തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇനി കണ്ടുപിടിക്കേണ്ടുന്നത് sec theta minus tan theta ആണ്. ഇപ്പൊ sec theta minus tan theta ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? 1 by sec theta plus tan theta. ഇങ്ങനെ എഴുതിക്കൂടെ? sec theta minus tan theta എന്ന് പറയുന്നത് 1 by sec theta plus tan theta. അതായത് sec theta plus tan theta തരികയും sec theta minus tan theta ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തെടുത്താൽ മതി? ആ തന്നിരിക്കുന്ന വാല്യൂവിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ? 1 by sec theta plus tan theta എടുത്താൽ പോരെ? മതി. അതിനാണ് നമ്മൾ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്ത് ഇതിനെ ഈ ഫോമിലേക്ക് മാറ്റിയത്. ക്ലിയർ ആണോ? അപ്പൊ എവിടെയെങ്കിലും sec square theta minus tan square theta എന്ന് കാണുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യാം? a square minus b square എന്ന ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റ് ആക്കി എഴുതിയിട്ട് അതിൽ നിന്നും sec theta minus tan theta യുടെ വാല്യൂയോ അല്ലെങ്കിൽ sec theta plus tan theta യുടെ വാല്യൂയോ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് പ്രോബ്ലം സോൾവിംഗിൽ വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യും. ഞാനിവിടെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. sec square theta minus tan square theta 1 ആണെങ്കിൽ a എന്ന് പറയുന്നത് sec theta ആയിട്ട് എടുത്തു, b എന്ന് പറയുന്നത് tan theta ആയിട്ട് എടുത്തു. a square minus b square ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി. a square minus b square is equal to a plus b into a minus b. a എന്ന് പറയുന്നത് sec thetaയും b എന്ന് പറയുന്നത് tan thetaയും. സോ sec theta plus tan theta into sec theta minus tan theta is equal to 1 എന്ന് എഴുതാം. ഇതിൽ ഏതാണോ ക്വസ്റ്റ്യനിൽ തരുന്നത് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്നതിനെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? അതേപോലെ തന്നെ cosec square theta minus cot square theta is equal to 1 നെ a square minus b square വെച്ചിട്ട് ഇതേപോലെ എഴുതാം, ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. If cos theta plus sin theta is equal to root 2, then cos theta minus sin theta is equal to, ഇവിടെ സൈനും കോസും ആണ് തന്നിരിക്കുന്നത്. സൈനും കോസും തമ്മിലുള്ള റിലേഷൻ എന്തുവാ സൈനും കോസും തമ്മിലുള്ള റിലേഷൻ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇതല്ല നമ്മുടെ റിലേഷൻ. ഇതാണ് നമ്മുടെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇനി നമ്മുടെ ചോദ്യം നോക്കേ, ചോദ്യത്തിന് സ്ക്വയർ ഒന്നുമില്ല. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ആണ് തന്നിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, അത് ആദ്യം എഴുതുക. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 2. നമുക്ക് സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ്സിലും എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ കോസ് തീറ്റ പ്ലസ് sin theta the whole square is equal to root 2 the whole square. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. ഇനി a plus b the whole square ഫോമിൽ അല്ലേ? a plus b the whole square എന്ന് പറഞ്ഞാൽ എന്താണ്? a plus b the whole square is equal to a square plus b square plus 2ab. a square plus b square plus 2ab. a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് എടുക്കാം? cos തീറ്റയും ബി എന്ന് പറയുന്നത് സൈൻ തീറ്റയുമാണ്. അപ്പൊ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞേ. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ തീറ്റ പ്ലസ്
sin square theta plus 2 cos theta sin theta. 2 cos theta sin theta is equal to root 2 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് 2 ആണ്. cos square theta plus sin square theta means sin square theta plus cos square theta രണ്ടും ഈക്വൽ ആണ്. ഇതെന്താണ് 1 അല്ലേ നമ്മുടെ trigonometric identity. So 1 plus 2 cos theta sin theta is equal to 2. 2 cos theta sin theta is equal to 2 minus 1, that is equal to 1. 2 cos theta sin theta എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടി 1 എന്ന് കിട്ടി. 2 cos theta sin theta എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് cos theta minus sin theta ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. cos theta minus sin theta കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 cos theta sin theta is equal to 1 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് cos theta minus sin theta ആണ്. cos theta minus sin theta നമ്മൾ ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. cos theta minus sin theta the whole square ഇത് കണ്ടുപിടിക്കുന്നു. cos theta minus sin theta the whole square കണ്ടുപിടിക്കാൻ പോവുകയാണ്. is equal to അതായത് a എന്ന് പറയുന്നത് cos theta ആയിട്ട് എടുക്കണം, b എന്ന് പറയുന്നത് sin theta ആയിട്ട് എടുക്കണം. അപ്പൊ ഏത് ഫോമിലായി a minus b the whole square. a minus b the whole square എന്താണ് a square minus 2ab plus b square. a square minus 2ab plus b square. ഇവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? a square means cos square theta. cos square theta അതായത് cos theta the whole square എന്ന് പറഞ്ഞാൽ cos square theta minus 2 cos theta sin theta plus sin square theta. sin square എന്ന് പറയുമ്പോൾ sin theta the whole square. sin theta the whole square is sin square theta. cos square theta അതായത് a square minus 2 cos theta sin theta plus sin square theta. a minus b the whole square expansion. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ആദ്യത്തെ cos square തീറ്റയും ലാസ്റ്റത്തെ ഒരു പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയും നമുക്ക് അടുപ്പിച്ച് എഴുതാലോ. പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ. കറക്റ്റ് അല്ലേ? ഇനി എന്താണ് cos square theta plus sin square theta? നമ്മുടെ ഐഡന്റിറ്റി sin square theta plus cos square theta is equal to 1 minus 2 into ഇവിടെ 2 വേണ്ട, നമുക്ക് ഇവിടെ 2 cos theta sin theta യുടെ വാല്യൂ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് 2 cos theta sin theta ക്ക് തുല്യമാണ് എന്ത് 1. സോ ഇറ്റ് ഈസ് 1 minus 1. ഇവിടെ 2 cos theta sin theta യുടെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ cos square theta plus sin square theta 1 ആണ്. 1 minus 2 cos theta sin theta എന്ന് പറഞ്ഞാലും 1 ആണ്. So what is 1 minus 1? 1 minus 1 is 0. A is our answer. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ സീക്കും ടാനും ചേർന്ന ഐഡന്റിറ്റി ഏതാണ്? സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ശരിയല്ലേ? sec square theta minus tan square theta is equal to 1. അതായത് ഏത് ഫോമിലാണ്? a square minus b square ഫോമിലാണ്. അതായത് a plus b into a minus b. ശരിയല്ലേ? a plus b into a minus b ഫോമിലാണ്. അതുകൊണ്ട് നമുക്ക് a ക്ക് പകരം sec തീറ്റയും b ക്ക് പകരം tan തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നേരത്തെ ഞാൻ എഴുതിയതാണ് sec തീറ്റ പ്ലസ് tan തീറ്റ into sec തീറ്റ മൈനസ് tan theta is equal to 1. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? sec theta minus tan theta. നമുക്ക് sec theta minus tan theta മാത്രം മതി. sec theta minus tan theta. sec theta minus tan theta എന്ന് പറയുന്നത് 1 by എന്താണ്? sec theta plus tan theta. sec theta plus tan theta എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 1 by 2 plus root 3. 1 by 2 plus root 3. 1 by 2 plus root 3 എന്ന് പറയുന്ന ഒരു ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ? 1 by 2 plus root 3 ഇല്ല. അങ്ങനെ ഒരു ആൻസർ ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 plus root 3യുടെ കോഞ്ചുഗേറ്റ് എന്താണ്? 2 minus root 3. 2 plus root 3യുടെ കോഞ്ചുഗേറ്റ് എന്താണ്? 2 minus root 3. ഇപ്പൊ 2 minus root 3 കൊണ്ട് നമ്മൾ മേളിലും താഴെയും എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 minus root 3 ന്യൂമറേറ്ററിൽ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 minus root 3 തന്നെ കിട്ടും. താഴെ 2 plus root 3 into 2 minus
റൂട്ട് 3. ന്യൂമറേറ്ററിൽ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ ആയിരിക്കും. സോ 2 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 2 മൈനസ് റൂട്ട് 3. താഴെ നമുക്ക് ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ എന്ന് പറയുന്നത് 2, ബി എന്ന് പറയുന്നത് റൂട്ട് 3 ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 മൈനസ് റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ മൈനസ് റൂട്ട് 3 square. That is equal to 2 minus root 3 divided by 4 minus 3. So what is 4 minus 3? That is 1. So 2 minus root 3 divided by 1. So divided by 1 means it is what? 2 minus root 3. So our answer is 2 minus root 3. 2 minus root 3 is option A. So option A is the right answer. 6 square theta minus tan square theta is equal to 1 എന്ന ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റിയുടെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കൊസീക് തീറ്റ എന്ത് തന്നിട്ടുണ്ട്? കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 5. സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ തീറ്റ. ടാൻ തീറ്റയുടെ വില എന്താണെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊസീക്കും കോട്ടും തമ്മിലുള്ള ഐഡന്റിറ്റിയാണ്. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. അതുകൊണ്ട് നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. എന്ന് പറയുമ്പോൾ കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ഇൻറ്റു cosec theta minus cot theta is equal to എന്തായി? 1 ആയി. ശരിയല്ലേ? ആണ്. ഇവിടെ നമുക്ക് cosec theta plus cot theta into cosec theta minus cot theta is equal to 1. ഈ പ്ലസ് വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? cosec theta minus cot theta is equal to 1 by എന്താണ് എഴുതാം? cosec theta plus cot theta എന്ന് എഴുതാം. ശരിയല്ലേ? ഈക്വൽ ടു 1 by ഇതിന്റെ വാല്യൂ എന്താണ്? ഇതിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1 by 5. കറക്റ്റ് അല്ലേ? അപ്പൊ cosec theta minus cot theta is equal to 1 by 5. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ രണ്ട് ഇക്വേഷൻസും കൂടെ എടുക്കണം. ഏതൊക്കെയാ രണ്ട് ഇക്വേഷൻസ്? cosec theta plus cot theta is equal to 5. cosec theta minus cot theta is equal to 1 by 5. ശരിയല്ലേ? cosec theta plus cot theta is equal to 5. cosec theta minus cot theta is equal to 1 by 5. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ്. അതായത് ഓരോന്നിന്റെ സൈൻ എന്ത് ചെയ്ത് കൊടുക്കുക? ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ cosec theta minus cosec theta means 0. ഇനി cot theta plus cot theta ആകുമ്പോൾ എന്താവും? 2 cot theta. 2 cot theta is equal to 5 minus 1 by 5. അല്ലെ? 2 cot theta is equal to 5 minus 1 by 5. 5 minus 1 by 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 5s are 25. 25 minus 1 24. 24 by 5 എന്ന് വരും. 2 cot theta is equal to 24 by 5. So what is cot theta? Cot theta is equal to 2 നെ ഇങ്ങോട്ട് വരുമ്പോൾ 1 by 2 അല്ലെ? 2 ഡിനോമിനേറ്ററോട് വരുമല്ലോ. 1 by 2 into 24 by 5. 2 24 ക്യാൻസൽ ചെയ്യുമ്പോൾ 12. So our answer is 12 by 5. 12 by 5 ആണ് എന്ത്? cot theta. Cot theta is what? Cot theta is equal to 12 by 5. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? What is tan theta? Tan theta എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. tan theta എന്ന് പറഞ്ഞാൽ എന്താണ്? cot theta-യുടെ റെസിപ്രോക്കൽ ആണ്. tan theta എന്ന് പറയുന്നത് cot theta-യുടെ റെസിപ്രോക്കൽ. So we can write tan theta as tan theta is equal to 1 by what? Cot theta. That is equal to 1 by 12 by 5. ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. So 1 into 5 by 12. So our answer is 5 by 12. 5 by 12 വരുന്ന ഓപ്ഷൻ ഏതാണ്? 5 by 12. Our answer is option B.
സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രോബ്ലത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരണം. ആ രീതിയിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ. ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക് യു.